ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ഏത് തരത്തിലുള്ള വർഗീയ പ്രീണനമാണ് അല്ലെങ്കിൽ വർഗീയതയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയാം. ഒരൊറ്റ പ്രസ്താവന ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാലില്ല. ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളായിട്ട് ആരെ ആക്രമിക്കണം എന്ന ആലോചന വരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് വളരെ നിസ്സാരമായി ഒന്നും തന്നെ പഠിക്കാതെ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും തീരുമാനിക്കുന്നു എന്നാണ്. കാരണം വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കുക എന്ന് പറയുന്നത് ഏറെ നാൾ ഇവരുടെ ഒപ്പം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ CPM തന്നെ CPMൻ്റെ കൂടെ ദീർഘകാലം ഉണ്ടായിരുന്നു. 10-30 വർഷത്തോളം CPMനാണ് അവർ പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞു, ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയെന്ന്. ആ സന്ദർഭങ്ങളിലൊന്നും തന്നെ അവരുടെ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കാനോ അവരുടെ സംഘടനാ സംവിധാനം മനസ്സിലാക്കാനോ അവരുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാനോ CPM ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് അതിന് ശേഷമുള്ള കാലത്തും. ഇപ്പോൾ അവരെ കുറ്റം പറയണമെങ്കിൽ എന്തായിരിക്കണം അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നൊരു ഗൃഹപാഠവും CPM ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അടിക്കടി തുടക്കം മുതൽ ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ആദ്യം മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അതിൻ്റെ പേര് തന്നെ ജമാഅത്തെ ഇസ്ലാം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോട്ടെ, ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓരോ തവണയും ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ഏത് തരത്തിലുള്ള വർഗീയ പ്രീണനമാണ് അല്ലെങ്കിൽ വർഗീയതയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയാം. ഒരൊറ്റ പ്രസ്താവന ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാലില്ല. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഇവർക്കാർക്കും കഴിയില്ല. ഇവരുടനെ എങ്ങോട്ട് പോകും? ബംഗ്ലാദേശിലേക്ക് പോകും, പാകിസ്ഥാനിലേക്ക് പോകും, അല്ലെങ്കിൽ ടർക്കിയിലേക്ക് പോകും, മുസ്ലിം ബ്രദർഹുഡിന് പറയും. ഇതാണ് അവരുടെ രീതി. അല്ലാതെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 1947 ശേഷം 48 മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അതെങ്ങനെയാണ്? ആ കാലഘട്ടത്തിലെ അവിഭക്ത ജമാഅത്തെ ഇസ്ലാമി മാറി പലതായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പരിപാടിയാണെന്നേ. അപ്പോൾ അത് മനസ്സിലാക്കി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കോണ്ടെക്സ്റ്റിൽ ഇവരെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. ഇപ്പോൾ മാറാടുകൾ ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണോ? മാറാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. ഇതേ AK ബാലന് പറയേണ്ടി വരും. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല, അറിയാലോ. അപ്പോൾ അത് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോലും ഇതിനെക്കുറിച്ച് ബോധവും വകതിരിവും ഇല്ലാതെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.